ഗാസയിലെ ഹമാസിന്റെ കൊടും ക്രൂരതയ്ക്ക് പിന്നിൽ ഇസ്രായേലിന് പങ്കുണ്ടതിന്റെ സൂചനകൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച നിർണായക വിവരങ്ങളാണ് പുറത്തു വന്നതെങ്കിൽ ഇപ്പോഴും ഹമാസിന്റെ ഭീകരന്മാർക്ക് പിന്നിൽ ഈജിപ്തിന്റെ സഹായമുണ്ട് എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവുകൾ പുറത്തു വരുന്നു. ബന്ദികളെ വിട്ടയക്കുന്നതിന് പകരമായി ഇസ്രായേലി ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഹമാസിന്റെ കൊടും ഭീകരൻ അബൂ വാർദ ഖാൻ യൂനിസിന് സമീപമുള്ള ഒരു പ്രദേശത്ത് 4 ഇസ്രായേലി ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടുകൊടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതായി അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങളാണ് തത്സമയ ദൃശ്യങ്ങൾ നൽകുന്നത്. ബന്ദിമോചനം സംബന്ധിച്ച ഉടമ്പടി പ്രകാരം അബൂ വാർദയെ ഈജിപ്തിലേക്ക് നാടുകടത്താൻ ഉള്ള നിർദ്ദേശമുണ്ടായിരുന്നു. അത് ഖത്തറും ഈജിപ്തും ഹമാസും ഇസ്രായേലും അടങ്ങിയ അമേരിക്കയുടെ പ്രതിനിധികളും അടങ്ങിയ ആ സംയുക്ത യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു. അങ്ങനെ ഈജിപ്തിലേക്ക് നാടുകടത്തിയ അബൂ വാർദ എങ്ങനെയാണ് ഖാൻ യൂനിസിൽ വളരെ നിസ്സാരനായി, വളരെ സാധാരണക്കാരനായി ഈ ബന്ദികളുടെ മൃതശരീരങ്ങൾ മോചിപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഇസ്രായേൽ ഉയർത്തുന്നത്. തത്സമയ ദൃശ്യങ്ങൾ അൽ ജസീറ ടെലിവിഷൻ പുറത്തുവിടുന്നു. 96-ൽ ഇസ്രായേലിൽ 46 ഇസ്രായേലി പൗരന്മാരുടെ കൊലപാതകത്തിന് വധത്തിനിടയാക്കിയ ബസ് സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് അബൂ വാർദ. ഈ ഒരു ആക്രമണം മാത്രമല്ല, ഒന്നിലധികം ഭീകരാക്രമണങ്ങളുടെ പ്രധാനപ്പെട്ട തലച്ചോറ്, നിരവധി ഇസ്രായേലി പൗരന്മാരുടെ ജീവനെടുത്തതിന് പിന്നിലെ പ്രധാനപ്പെട്ട സൂത്രധാരൻ, അത്രയും കൊടും കുറ്റവാളിയായ അബൂ വാർദയെ ഇസ്രായേലിന് വിട്ടയക്കേണ്ടി വന്നു ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി. അത്തരത്തിൽ അബൂ വാർദയെ പോലെ നിരവധി നൂറുകണക്കിന് കൊടും കുറ്റവാളികളെയാണ് ബന്ദികൾക്ക് പകരമായി ഇസ്രായേലി ജയിലുകളിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിക്കേണ്ടി വന്നത്. ഈ കൊടും കുറ്റവാളികളൊക്കെ തന്നെ ഇപ്പോൾ ഹമാസിനൊപ്പം ചേർന്നിരിക്കുന്നു. ഈജിപ്തിലേക്ക് നാടുകടത്താൻ സന്ധിയിലേർപ്പെട്ടിട്ടും ഈജിപ്ത് ഈ കൊടും കുറ്റവാളികളെ ഗാസയിൽ തന്നെ തങ്ങാൻ അനുവദിച്ചിരിക്കുന്നു. ഗാസയുടെ മണ്ണിൽ നിന്ന് ഈജിപ്തിനുള്ളിലേക്കും ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്കും ഹമാസിന്റെ കൊടും ഭീകരന്മാരുടെ പലായനവും നീക്കങ്ങളും തകൃതിയായി നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇതിലൂടെ സ്ഥിരീകരിക്കപ്പെടുന്നത്. എന്തായാലും ഷിരി ബിബാസിന്റെയും 2 മക്കളായ ഏരിയലിന്റെയും കഫീറിന്റെയും ഒഡറ്റ് ഷിഫ്റ്റിസിന്റെയും മൃതശരീരങ്ങൾ കൈമാറുന്ന ചടങ്ങ് അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഖാൻ യൂനിസിന് സമീപമുള്ള ഹമാസിന്റെ കേന്ദ്രത്തിലേക്ക് ഇവരുടെ മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങാനുള്ള റെഡ് ക്രോസിന്റെ വാഹനം എത്തി എന്നുള്ള വാർത്തകൾ ഏറ്റവും ഒടുവിലായി ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുകയാണ്. ഷിരി ബിബാസിന്റെയും 2 പിഞ്ചു കുട്ടികളുടെയും മൃതശരീരത്തോടുള്ള ആദരവിന്റെ ഭാഗമായി ഈ തത്സമയ ദൃശ്യങ്ങളൊന്നും തന്നെ കാണിക്കുന്നില്ല എന്ന് ഇസ്രായേലിന്റെയും ഇസ്രായേലിനെ അനുകൂലിക്കുന്ന രാജ്യങ്ങളുടെയും TV ചാനലുകളും അതുപോലെ മാധ്യമങ്ങളും തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഇതിനെ ആഘോഷമാക്കുകയാണ് അൽ ജസീറ അടക്കമുള്ള അറബ് മാധ്യമങ്ങൾ. അൽ ജസീറയും അതുപോലെ തന്നെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും ഇത് വലിയ വാർത്തയാക്കുന്നു, വലിയ ആഘോഷമാക്കുന്നു. ഈ ഹമാസിന്റെ ഭീകരന്മാർ അവിടെ തോക്കേന്തി നിന്നുകൊണ്ട് നൂറുകണക്കിന് ഹമാസ് ഭീകരന്മാരാണ് ഈ പ്രദേശത്ത്, ഈ ചടങ്ങ് നടക്കുന്ന ഇടത്ത് നിൽക്കുന്നത്. പിന്നിൽ സ്ത്രീകളും കുട്ടികളുമുണ്ട്. അതേസമയം മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്ന ഇടത്ത് നടത്തുന്ന ഈ വലിയ നാടകം, അത് വലിയ പ്രതിഷേധമാണിപ്പോൾ ഇസ്രായേൽ ഉയർത്തുന്നത്. ഈ 4 മൃതശരീരങ്ങളും ഏറ്റുവാങ്ങുന്ന ഘട്ടത്തിൽ ഇസ്രായേൽ ഗാസ അതിർത്തിയിലേക്ക് തൻ്റെ സാന്നിധ്യമുണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ആ തീരുമാനത്തിൽ നിന്ന് അദ്ദേഹം പിന്തിരിഞ്ഞിരിക്കുന്നു. മൃതശരീരങ്ങൾ ഇസ്രായേലി സേന ഏറ്റുവാങ്ങും, അതിനുശേഷം സൈനിക ബഹുമതിയുണ്ടാകും, അതിനു പിന്നാലെ ഇവരുടെ ഫോറൻസിക് പരിശോധനകൾ നടത്തും. ഈ മൃതശരീരങ്ങൾ ഷിരി ബിബാസിൻ്റെയും 2 മക്കളായ ഏരിയലിൻ്റെയും കഫീറിൻ്റെയും ഒഡറ്റ് ഷിപ്സിൻ്റെയും ആണോ എന്ന് പരിശോധിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമങ്ങൾ. മൃതദേഹങ്ങൾ റെഡ് ക്രോസിൽ നിന്ന് സൈന്യം തന്നെയാണ് ഏറ്റുവാങ്ങുക. തുടർന്ന് അബു കബീർ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഈ മൃതശരീരങ്ങൾ കൊണ്ടുപോകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഏറ്റവും പ്രധാനമായി നൽകാൻ കഴിയുന്നത് ഹമാസിൻ്റെയും ഈജിപ്തിൻ്റെയും ഒത്തുകളിയെക്കുറിച്ചാണ്. ഈ ഹമാസിൻ്റെ ഭീകരന്മാരെ ഈജിപ്തിലേക്ക് നാടുകടത്തിയെങ്കിൽ എങ്ങനെയാണ് തൊട്ടടുത്ത മണിക്കൂറുകളിൽ ആ ഹമാസ് ഭീകരന്മാർ ഗാസയുടെ തെരുവുകളിലേക്ക് എത്തുന്നത്? ഗാസയുടെ തെരുവുകളിൽ ഈ മൃതശരീരങ്ങളെ ഈ ബന്ദികളാക്കി കൊണ്ടുപോയ നിരപരാധികളായിട്ടുള്ള അമ്മയെയും പിഞ്ചു മക്കളെയും അതുപോലെയുള്ള മറ്റ് നിരപരാധികളായിട്ടുള്ള ഇസ്രായേലി പൗരന്മാരെ അവരെ നിഷ്കരുണം വധിച്ച ശേഷം
ആ മൃതശരീരത്തോട് പോലും അനാദരവ് കാണിക്കുന്ന ഹമാസിൻ്റെ കൊടും ക്രൂരത അംഗീകരിക്കാനാകില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി വെടിനിർത്തൽ എത്ര കാലം നീണ്ടുപോകുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. കാരണം കഴിഞ്ഞ ദിവസം തന്നെ പ്രകോപനപരമായിട്ടുള്ള നിലപാടുകളുമായി ഹമാസ് രംഗത്ത് വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ആ മൃതശരീരത്തെ പോലും അവഹേളിക്കുന്ന, ആ മൃതശരീരം കൊണ്ടുവരുന്ന ചടങ്ങിൽ പോലും ഭയപ്പാടുണ്ടാക്കുന്ന നൂറുകണക്കിന് ഹമാസിൻ്റെ ഭീകരന്മാർ യന്ത്രത്തോക്കുമായി നിൽക്കുന്ന ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഇതിനെതിരെ അതിശക്തമായ നടപടിക്ക് ഒരുങ്ങുകയാണ് ഇസ്രായേൽ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ മുന്നറിയിപ്പുണ്ടായിരുന്നു. ബന്ദികളെ മോചിപ്പിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ പ്രകോപനമുണ്ടാക്കരുത്, ബന്ദികളെ ഭയപ്പെടുത്തരുത്, ആ ബന്ദിമോചന ചടങ്ങ് വലിയ ആഘോഷമാക്കി നടത്തരുത്, ഇത് ഹമാസിന് വലിയ തിരിച്ചടിക്കുള്ള സാധ്യത ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഖാൻ യൂനിസിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റേജിലാണ് 4 ഇസ്രായേലി ബന്ദികളുടെ മൃതശരീരങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള വലിയ ഷോ, വലിയ നാടകം ഹമാസ് കാണിക്കുന്നത്. ഇതിന് ഹമാസിന് വലിയ വില നൽകേണ്ടി വരും. ഇസ്രായേലിൻ്റെ ഭരണകൂടം വലിയ അമർഷം പ്രകടിപ്പിച്ചിരിക്കുന്നു. അമേരിക്കയുമായി ഇസ്രായേലിൻ്റെ കൂടിയാലോചന നടക്കുന്നു. വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുമെന്നുള്ള സൂചനകളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ നൽകുന്നത്. ഇതിനകം തന്നെ 28 ബന്ദികളെ ജീവനോടെയും 8 ബന്ദികളുടെ മൃതശരീരവും ഇസ്രായേലിന് ഹമാസ് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ബന്ദിമോചന കരാർ പ്രകാരം ഇനി അവശേഷിക്കുന്നത് 9 ബന്ദികളെ ജീവനോടെയും ഇനി 4 ബന്ദികളുടെ മൃതശരീരവുമാണ്. ഇനിയും ഹമാസിന്റെ തിട്ടൂരത്തിന് വഴങ്ങേണ്ടതില്ലെന്നും ഹമാസിനെ കടന്നാക്രമിച്ചുകൊണ്ട് ബന്ദികളെ മോചിപ്പിക്കുകയാണ് നല്ലതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം രാത്രി നടന്ന സെക്യൂരിറ്റി ക്യാബിനറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഹമാസുമായി ഇനി ഒരു ഒത്തുതീർപ്പ് വേണ്ട എന്ന് തന്നെയാണ് ഇസ്രായേലിലെ പ്രതിപക്ഷം തന്നെ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ മൃതശരീരത്തോട് ഹമാസ് കാണിക്കുന്ന ക്രൂരത, അബു വാർദ എന്ന കൊടും ക്രിമിനലിനെ ഈജിപ്തിൽ നിന്ന് ഗാസയിലെത്തിച്ച ഈജിപ്തിൻ്റെ ചതി, ഇതൊക്കെ ഇസ്രായേൽ എന്ന രാജ്യം വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് കാണുന്നത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന സംയുക്ത സൈനിക നീക്കം ഗാസയുടെ അതിർത്തികളിലേക്ക് മാത്രമല്ല ഈജിപ്തിലേക്ക് ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുകൾ വരുന്നു. ഈജിപ്തിൻ്റെ വെല്ലുവിളി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതിന് തക്കതായ സമയത്ത് മറുപടി നൽകുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നു. ഗാസയിലെ ഹമാസിൻ്റെ ഭീകരതയ്ക്ക് പിന്നിൽ ഈജിപ്തിൻ്റെ പിന്തുണയുണ്ട്. 2023 ഒക്ടോബർ 7 ഇസ്രായേൽ കയറി ഹമാസ് നടത്തിയ കൊടും ക്രൂരതയ്ക്ക് പിന്നിൽ ഈജിപ്തിൻ്റെ സഹായമുണ്ട് എന്നുള്ള ഇസ്രായേലിൻ്റെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ ഗാസയിൽ നിന്നും പുറത്തു വരുന്നത്.